ഇപ്പോൾ ബി.ജെ.പി. നേതാവ് രവി തേലത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ രവി തേലത്ത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം ഒരു സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ളത്? പി.വി. അൻവറിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം മാറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന നിരീക്ഷണമുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയത്തിനകത്ത് ഉള്ള വ്യക്തിപരമായ അല്ലെങ്കിൽ ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളും ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. നേരത്തെ തന്നെ മലപ്പുറം പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള അപവാദങ്ങൾ വന്നതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്ത് നിയന്ത്രിക്കുന്ന ചില അധോലോക സംവിധാനങ്ങൾ കൂടി ഈ ഇടപെടലിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് കുറച്ചു കാലമായിട്ട് ഈ വിഷയത്തിൽ പല ഹവാല, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണം വർദ്ധിച്ചിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണം വർദ്ധിച്ചപ്പോ അന്ന് പ്രതികരിക്കാൻ വേണ്ടി വന്ന ആളുകൾ അതിന് കാരണം കണ്ടെത്തിയത്, അവർ പറഞ്ഞത് മലപ്പുറം ജില്ലയെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ശരിയല്ല എന്നും ഈ ആളുകളൊന്നും തന്നെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരല്ല എന്നും അവർ പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസ് വന്നാൽ മലപ്പുറം ജില്ലക്ക് നാണക്കേടെന്ന് ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലക്ക് നാണക്കേടല്ലേ? അതിനെന്താ മറ്റൊരു വ്യൂവിൽ കാണുന്നത്? മലപ്പുറം എന്ന് പറയുമ്പോൾ അതെല്ലാം വേറൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കാനും അത്തരത്തിലുള്ള എന്ത് നീക്കങ്ങൾ നടന്നാലും അത് ആ സമൂഹത്തെ അപമാനിക്കാനുമാണ് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അധോലോക പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, ലഹരി മാഫിയ, ഹവാല കടത്ത്, ലാൻഡ് മാഫിയ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വലിയ ഒരു ശൃംഖലയുണ്ട്, മാഫിയ ശൃംഖല. ആ ശൃംഖലയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുൻകാലങ്ങളിൽ പോലീസിനെതിരായിട്ടുള്ള നിലപാട് വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ ഇരു മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണോ ശ്രീ? പക്ഷേ കെ.ടി. ജലീലിന്റെ ഒക്കെ പ്രതികരണം വരുന്നത് മലപ്പുറത്ത് പോലീസുകാർക്കിടയിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്, അവർ ആ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, ജാതിയും മതവും ഒക്കെ നോക്കിയാണ് അന്വേഷണം നടത്തുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം പോലും പുറത്തു വരുന്നുണ്ട്. അല്ല, അത് ആ കാര്യത്തിൽ തന്നെ അത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിന്റെ ഒരു ബാക്കി ഭാഗം പറഞ്ഞതുപോലെയാണ് താങ്കളുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കുറെ കാലങ്ങളായിട്ട് നടന്നിരുന്ന മാഫിയ പ്രവർത്തനങ്ങളിലൊക്കെ ചില ഇടപെടൽ ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ പോലീസ് മേധാവിയെയോ അല്ലെങ്കിൽ പോലീസിനകത്തുള്ള മറ്റു മാഫിയ ശൃംഖലകളിലുള്ള തമ്മാങ്ങൾ 2 ചേരിയായി തിരിഞ്ഞതോ 3 ചേരിയായി തിരിഞ്ഞതോ ഒക്കെ ഭാഗമാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ഇപ്പോ അൻവർ ഉന്നയിക്കുന്നതിൽ നിന്ന് അതിൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. SP-യുടെയും ADGP-യുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു കാര്യങ്ങൾ നടക്കുകയാണ്, ബോധപൂർവ്വം നടക്കുക എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ നേരത്തെ നടന്നിരുന്നൂടെ? കുറെ കാലങ്ങളായിട്ട് ഈ ഒരു ശൃംഖല ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുകയും അതിനകത്ത് ഒരു ഭാഗം പോലീസ് സംവിധാനം കൃത്യമായി അവരെ എതിർക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കത് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ പി.വി. അൻവർ നിലമ്പൂർ MLA ആണ്. ആ MLA ആയിരിക്കുന്ന സമയത്താണ് പാരിസ്ഥിതികമായ എല്ലാ നിബന്ധനകളെയും എല്ലാ നിർദ്ദേശങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവിടെ തടയണ നിർമ്മിക്കുകയും അവിടെ ഭൂമി കയ്യേറുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്നത്. പല ആവർത്തി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കണം കളക്ടർ, അദ്ദേഹം പറഞ്ഞത് SP അംഗീകരിക്കണം. അതാണ് അദ്ദേഹം ഒരു മാടമ്പിയെ പോലെ വരും. അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ അന്നത്തെ ഇവിടെ കളക്ടറായിരുന്ന ജാഫർ മാലിക് അദ്ദേഹത്തിന് ഇവിടുന്ന് സ്ഥലം മാറ്റി. അന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ചു. പി.വി. അൻവർ പറഞ്ഞാൽ നടക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യേറ്റം പൊളിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് അത് നടപ്പിലാക്കാൻ പോലും സാധിക്കാതെ പോലീസ് സംവിധാനവും കളക്ടറും ഇവിടെ നിൽക്കേണ്ടി വന്നു. അതെല്ലാം ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ പാരിസ്ഥിതിക അനുമതി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ, പശ്ചിമഘട്ടത്തിന്റെ അവിടെയൊക്കെ കയ്യേറ്റം നടത്തി വലിയ ഗുണ്ട ശൈലിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റിപ്പോർട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. പക്ഷേ അൻവർ പറയുന്നത് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിലൊക്കെ അൻവറിന്റെ ആക്ഷേപം എന്താണ്? സ്വർണം പിടികൂടുകയല്ല, അത് പിടികൂടി അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് വീതിച്ചെടുത്തുകൊണ്ട് പോലീസ് പോകുന്നു എന്നാണ്. അല്ല, അതിപ്പം ഇവര് ഈ കസ്റ്റംസിലേക്ക് സ്ഥലമാറ്റം കിട്ടാൻ
എയർപോർട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടാൻ അങ്ങനെയൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കാറുണ്ടല്ലോ. അതൊക്കെ ഇതിന്റെയൊക്കെ കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തുന്ന സ്വർണം പിടിക്കുന്നതാണ് ഇവരുടെ പ്രശ്നം. കസ്റ്റംസ് പിടിക്കുന്നില്ല. കസ്റ്റംസ് പിടിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ കസ്റ്റംസിൽ പിടിക്കാൻ സാധിക്കണ്ടേ? കസ്റ്റംസിൽ സ്വാധീനം ചെലുത്തി ആ സ്വർണം പിടിക്കാൻ എന്താ പറയാ പുറത്ത് കടത്തുമ്പോൾ അവിടെ വെച്ച് ഇത് പിടിക്കുകയാണ്. അതൊരു കസ്റ്റംസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സുജിത് ദാസിന് അതിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നു. സുജിത് ദാസ് അത് പിടിക്കുന്നു. പിടിച്ചിട്ട് കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ കസ്റ്റംസ് ഇതിനേക്കാൾ വലിയ അപകടം കാണിക്കും തോന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് പോലീസ് സേനയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് അൻവർ പറഞ്ഞ അതേപോലെ നമുക്ക് വിഴുങ്ങാനും പറ്റില്ല, അത് തള്ളാനും പറ്റില്ല. കാരണം ഏത് പോലീസുകാരാണെന്ന് എടുക്കുന്ന അറിയില്ല. പിന്നെ KT ജലീലിനൊക്കെയുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ കുറെ കാലമായിട്ടുള്ളതാണ്. KT ജലീലിന് സ്വർണ്ണക്കടത്ത് സമയത്ത് KT ജലീലിന്റെ ഗവൺമെന്റിന് എന്തിനാ ഫോൺ വന്നത്? ഗവൺമെന്റിന്റെ ഫോണിലൂടെ കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞു. ഇനി പുതിയ ഉദ്യോഗസ്ഥർ അവിടെ ചുമതലയെടുക്കുമ്പോൾ അവരൊക്കെ ഈ അൻവറിന്റെയും സംഘത്തിന്റെയും ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ ആയിരിക്കുമെന്നാണോ അനുമാനിക്കേണ്ടത്? റൈറ്റ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. എന്തായാലും മുഖം നോക്കാതെ അടക്കം നടപടിയെടുത്തുകൊണ്ടിരുന്ന ചില ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ട്. അവരിൽ അതൃപ്തരായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്ന വിമർശനം ആണ് BJP പറയുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം അനധികൃത ഇടപാടുകൾക്കെതിരെ നടപടിയെടുത്തു തുടങ്ങിയതാണ് അൻവറെ അടക്കം ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് BJPയുടെ ആക്ഷേപം. അതേസമയം